എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഈ സീരീസിലെ 16ാമത്തെ യൂണിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് 15ാമത്തെ യൂണിറ്റിന്റെ ബാക്കി ഭാഗമാണ്. 15ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഐ ഹാവ് ഡൺ, അതായത് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ അധ്യായത്തിൽ പ്രസന്റ് പെർഫെക്റ്റിന്റെ തന്നെ കണ്ടിന്യൂറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഐ ഹാവ് ജസ്റ്റ്, ഐ ഹാവ് ഓൾറെഡി ആൻഡ് ഐ ഹാവ് യെറ്റ്. ഐ ഹാവ് ജസ്റ്റ്, ഐ ഹാവ് ഓൾറെഡി, ഐ ഹാവിൻറ്റ് യെറ്റ് എന്നുള്ള ഈ 3 പദങ്ങൾ ഇതിൻ്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. ഒന്ന് ജസ്റ്റ് എന്നുള്ള പദം, ഒരു പാർട്ടിയാണ്, അതിലേക്ക് കുറച്ച് ആളുകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ദേ ഹാവ് ജസ്റ്റ് അറൈവ്ഡ്. അപ്പോൾ ഹാവിൻ്റെ വെർബിൻ്റെ ശേഷം ജസ്റ്റ് വരുമ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ള അർത്ഥം. ദേ ഹാവ് ജസ്റ്റ് അറൈവ്ഡ്, അവരിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് അർത്ഥം വരുന്നത്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഷോർട്ട് ടൈം ആകോ, കുറച്ച് സമയം മുമ്പ് എന്നർത്ഥം. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, ആർ ജെയിൻ ആൻഡ് ഡേവിഡ് ഹിയർ? യെസ്, ദേ ഹാവ് ജസ്റ്റ് അറൈവ്ഡ്. അവർ ഇപ്പോൾ തൊട്ട് മുമ്പ് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് എത്തിയിട്ടേ ഉള്ളൂ എന്നർത്ഥം. ആർ യു ഹംഗ്രി? നോ, ഐ ജസ്റ്റ് ഹാഡ് ഡിന്നർ. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ എന്നർത്ഥം. ഓക്കെ, ഐ ഹാവ് ജസ്റ്റ് ഹാഡ് ഡിന്നർ. ഇവിടെ ഒന്നാമത്തെ ഹാവ് എന്നുള്ളത് പ്രൈമറി ഓക്സിലറി, രണ്ടാമത്തെ എന്നുള്ളത് ഹാവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഹാവിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാവ് ഡിന്നർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹാഡ് ഡിന്നർ എന്നുള്ളത്. ഈ സ്റ്റോം ഹിയർ, മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. നോ, ഐ ആം എഫ്രൈഡ് ഹീസ് ജസ്റ്റ് ഗോൺ. ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് പോയിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ഭയപ്പെടുന്നു എന്നുള്ളതല്ല, അതൊരു പ്രയോഗമാണ്, ഒരു വളരെ പൊളൈറ്റ് ആയിട്ടൊരു കാര്യം അറിയിക്കാനുള്ള ഒരു പ്രയോഗമാണ്. ഹിയസ് ജസ്റ്റ് ഗോൺ, അവൻ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ എന്നർത്ഥം. ഇനി ഓൾറെഡി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഓൾറെഡി മുമ്പേ, ബിഫോർ യു എക്സ്പെക്റ്റഡ്, നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മുമ്പ്, അല്ലെങ്കിൽ ബിഫോർ ഐ എക്സ്പെക്റ്റഡ്, ഞാൻ പ്രതീക്ഷിച്ചതിന് മുമ്പ്, ഓൾറെഡി മുമ്പേ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ ചിത്രങ്ങൾ നോക്കാം. ജോൺ, ദിസ് ഇസ് മേരി. ഒരാൾ പരിചയപ്പെടുത്താണ് മേരിനെ. അപ്പോൾ ജോൺ പറയാണ്, യെസ് ഐ നോ, വി ഹാവ് ഓൾറെഡി മെറ്റ്. ഞങ്ങൾ മുന്നേ തന്നെ ഓൾറെഡി ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഞങ്ങൾ മുന്നേ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. വാട്ട് ടൈം ആർ ജാന ആൻഡ് പോൾ കമ്മിങ്? ദേ ഹാവ് ഓൾറെഡി അറൈവ്ഡ്. അവർ ഓൾറെഡി എത്തിയിരിക്കുന്നു, അവർ മുന്നേ തന്നെ എത്തിയിരിക്കുന്നു. ബിഫോർ യു എക്സ്പെക്റ്റഡ് എന്നുള്ള അർത്ഥത്തിൽ മുന്നേ തന്നെ അവർ എത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം ഓൾറെഡി എന്ന് പറയുമ്പോൾ. ആൻഡ് ഇറ്റ്സ് ഓൺലി 9 o'clock ആൻഡ് ഹാസ് ഓൾറെഡി ഗോൺ ടു ബെഡ്. 9 മണി ആയിട്ടുള്ളൂ, പക്ഷേ ഓൾറെഡി ആൻഡ് ബെഡിലേക്ക് പോയിരിക്കുന്നു, ഉറങ്ങാൻ പോയിരിക്കുന്നു എന്നർത്ഥം. ബിഫോർ ഐ എക്സ്പെക്റ്റഡ് എന്നർത്ഥം. ഓക്കെ, ജോൺ, ദിസ് ഇസ് മേരി. യെസ് ഐ നോ, വി ഹാവ് ഓൾറെഡി മെറ്റ്. ഞങ്ങൾ മുന്നേ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുന്നേ തന്നെ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം ഈ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന വാക്കുകളാണ്. ജസ്റ്റ് എന്നുള്ളത്, ഓൾറെഡി എന്നുള്ളത്, അതുപോലെ യെറ്റ് എന്നുള്ളത്. യെറ്റ് എന്നുള്ളത് നെഗറ്റീവിൻ്റെയും ക്വസ്റ്റ്യനിലുമാണ് അധികം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ഹാവ് ഇൻ യെറ്റ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. യെറ്റ് പറഞ്ഞാൽ ഇതുവരെ എന്നുള്ള അർത്ഥത്തിലാണ്. ഹാവ് യു എന്നുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന അർത്ഥത്തിൽ. യെറ്റ് എന്ന് പറഞ്ഞാൽ അൻറ്റിൽ നൗ, ഇതുവരെ. നോക്കൂ, യു ക്യാൻ യൂസ് യെറ്റ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യനിലും നെഗറ്റീവ് സെൻറ്റൻസസിലുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യെറ്റ് ഉപയോഗിക്കുന്നത്. യെറ്റ് ഈസ് യൂഷ്വലി അറ്റ് ദ എൻഡ്. അത് സാധാരണയായി ഏറ്റവും സെൻറ്റൻസിൻ്റെ അവസാനമാണ് വരേണ്ടത്. യെറ്റ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ആർ ജയാന ആൻഡ് പോൾ ഹിയർ? നോ, ദേ ഹാവിൻറ്റ് അറൈവ്ഡ് യെറ്റ്. ഇല്ല, അവർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഹാവിൻറ്റ് അറൈവ്ഡ്, ഇതുവരെ എത്തിയിട്ടില്ല എന്നർത്ഥം. ബട്ട് വി എക്സ്പെക്ട് ജയാന ആൻഡ് പോൾ ടു അറൈവ് സൂൺ. അവർ പെട്ടെന്ന് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയാനാണ് യെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ആൻഡ് ഡസ് ജോൺ നോ ദാറ്റ് യു ആർ ഗോയിങ് അവേ? ജോൺ അറിയാമോ നിങ്ങൾ പുറത്തു പോകുന്നത്? നോ, ഐ ഹാവിൻറ്റ് ടോൾഡ് ഹിം യെറ്റ്. ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. നോ, ഐ ഹാവിൻറ്റ് ടോൾഡ് ഹിം യെറ്റ്. ഞാൻ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. നോ, ഐ ഹാവിൻറ്റ് ടോൾഡ് ഹിം യെറ്റ്, ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ബി ഈസ് ഗോയിങ് ടു ടെൽ ഹിം സൂൺ. അപ്പോൾ ഈ ബി പറഞ്ഞ ആൾ ഉടനെ തന്നെ അദ്ദേഹത്തോട് പറയാൻ പോകുകയാണ് എന്നുള്ള അതുകൊണ്ട് അർത്ഥം വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഉദാഹരണം നോക്കും. മാർഗരറ്റ് ഹാസ് ബോട്ട് എ ന്യൂ ഡ്രസ് ബട്ട് ഷീ ഹാസിൻ വോൺ ഇറ്റ് യെറ്റ്. മാർഗരറ്റ് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവൾ അത് അണിഞ്ഞിട്ടില്ല. ഓക്കെ, ഹാസിൻ വോൺ, ധരിച്ചിട്ടില്ല. ഇറ്റ് യെറ്റ്, ഇതുവരെ എന്നർത്ഥം. ഓക്കെ, ധരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അത് ക്വസ്റ്റ്യനിൽ ദ ഫിലിം ഹാസിൻ സ്റ്റാർട്ട്, ചിത്രം ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കാം. എല്ലാവരും തിയേറ്ററിൽ ഇരിക്കുന്നു, പക്ഷേ ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ദ ഫിലിം ഹാസിൻ സ്റ്റാർട്ടഡ് യെറ്റ്. യെറ്റ് എന്നാൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി യെറ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഹാവ് ജയാന ആൻഡ് പോൾ അറൈവ്ഡ് യെറ്റ്? ഡയാനയും പോളും ഇതുവരെ എത്തിയിട്ടില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഹാവ് അത് നെഗറ്റീവ് അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നോ നോട്ട് യെറ്റ് ആൻഡ് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദം. ഞങ്ങൾ ഇപ്പോഴും അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാസ് ലിൻഡ സ്റ്റാർട്ടഡ് ഹർ ജോബ് യെറ്റ്? ലിൻഡ ഇതുവരെ അവളുടെ വർക്ക് തുടങ്ങിയിട്ടില്ലേ? നോ, ആൻഡ് ഷി സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. അവൾ അടുത്ത ആഴ്ചയാണ് തുടങ്ങുന്നത്.
ആൻഡ് ദിസ് ഇസ് മൈ ന്യൂ ഡ്രസ്, ഓ ഇറ്റ്സ് നൈസ്, ഹാവ് യു വോൺ ഇറ്റ് യെറ്റ്, നീ ഇതുവരെ ധരിച്ചിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അത് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് അർത്ഥമാണ് വരുന്നത് യെറ്റ് എന്ന് പറയുമ്പോൾ, ചെയ്തിട്ടില്ലേ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇല്ല, ആ വാക്ക് മാത്രമാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് രീതിയിലുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അത് ചോദ്യത്തിലും യെറ്റ് എന്നുള്ളത് ചോദ്യത്തിലും നെഗറ്റീവിലും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞ അധ്യായം ഒന്നുകൂടെ പഠിക്കണം. ഇതിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ അധ്യായത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ അധ്യായം നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. കഴിഞ്ഞ അധ്യായം കൃത്യമായി മനസ്സിലായെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട 17 മുതൽ 20 വരെ പാഠങ്ങളും അതിൻ്റെ വേർഡ് ഓർഡറുമായി ബന്ധപ്പെട്ട യൂണിറ്റ് 93യും സ്റ്റിൽ, യെറ്റ് ആൻഡ് ഓൾറെഡി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ 94ഉം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ എക്സസൈസുകൾ എന്താണെന്ന് നോക്കാം. റൈറ്റ് എ സെൻറ്റൻസസ് വിത്ത് ജസ്റ്റ് ഫോർ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിനും ജസ്റ്റ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ ഹലോ എവരിബഡി എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വരുന്നുണ്ട്. പാർട്ടി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ദേ ഹാവ് ജസ്റ്റ് അറൈവ്ഡ്, അവരിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് അർത്ഥം വരുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കാം. ഒരാൾ ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സെൻറ്റൻസാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇവർ പുതിയ കാർ വാങ്ങിയിരിക്കുന്നു മൂന്നാമത്തെ ചിത്രത്തിൽ, അപ്പോൾ അവർ പുതിയ കാർ വാങ്ങിയിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ജസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് എഴുതേണ്ടത്. ഇതൊരു ഓട്ട മത്സരമാണ്, അവർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളൂ, അപ്പോൾ അവർ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലൊരു സെൻറ്റൻസാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്ത് ആൻസർ കീ നിങ്ങളുടെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം പഠിച്ചിരിക്കുന്നത് അർത്ഥം. രണ്ടാമത്തെ എക്സസൈസ് നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസ് ഓൾറെഡി ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ്. ഓൾറെഡിയും പ്രസന്റ് പെർഫെക്റ്റും യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളത് എഴുതേണ്ടത്. നോക്കൂ. വാട്ട് ടൈം ഈസ് പോൾ അറൈവിങ്? എത്ര മണിക്കാണ് പോൾ അറൈവ് ചെയ്യുന്നത്? ഹീസ് ഓൾറെഡി അറൈവ്, അദ്ദേഹം ഓൾറെഡി എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അടുത്ത് നോക്കൂ. രണ്ടാമത്തെ, ഡു സു ആൻഡ് ബിൽ വാന്റ് ടു സീ ദ ഫിലിം? അവർ ഓൾറെഡി സിനിമ കണ്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസ് നോക്കിയിട്ട് എഴുതുക. അതേപോലെ തന്നെ ഈ 6 നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഇനി അടുത്തത് നോക്കൂ. 6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 6 ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് റൈറ്റ് സെൻറ്റൻസസ് വിത്ത് ജസ്റ്റ് ആൻഡ് ദേ ഹാവ് ജസ്റ്റ് അല്ലെങ്കിൽ ഷി ഹാസ് ജസ്റ്റ്, ഓർ നെഗറ്റീവ് സെൻറ്റൻസസ് വിത്ത് യെറ്റ്, ദേ ഹാവിൻ യെറ്റ് ഓർ ഷി ഹാസിൻ യെറ്റ്. ഈ ജസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും യെറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഈ സെൻറ്റൻസുകൾ എഴുതുക. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം ഗോയിങ് ഔട്ട് സൂൺ. ഞാൻ പുറത്ത് കുറച്ച് മിനിറ്റ് മുന്നുള്ള ചിത്രമാണ്, പുറത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തത് ഷീ ഗോ ഔട്ട്. ഷി ഹാസിൻ ഗോൺ ഔട്ട് യെറ്റ്, അവർ ഇതുവരെ പുറത്ത് പോയിട്ടില്ല എന്നാണ്. അതേപോലെ ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, ബസ് പോയിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ബസ്സിലേക്ക് കയറുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു, ജസ്റ്റ് കയറിയിട്ടുള്ള ചിത്രം കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു, അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്തോ കഴിക്കുന്ന ഡിന്നർ കഴിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. ഈ 6 ചിത്രങ്ങളും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഷി ഹാസിൻ ഗോൺ ഔട്ട് യെറ്റ് എന്നോ അല്ലെങ്കിൽ ദേ ഹാവിൻ ഗോൺ ഔട്ട് യെറ്റ് എന്നോ പോലെയുള്ള സെൻറ്റൻസുകൾ ഏതാണോ കറക്റ്റ് ചിത്രത്തിന് ആപ്റ്റായിട്ട് വരിക എന്നുള്ളത് നിങ്ങൾ നോക്കുക, എന്നിട്ട് അത് എഴുതുക. ഓക്കെ, എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യണം. ഇതിൽ 16 4ാമത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് റൈറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് യെറ്റ് എന്നുള്ളതാണ്. യെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യം എഴുതണം. ഓക്കെ, യുവർ ഫ്രണ്ട് ഹാസ് ഗോട്ട് എ ന്യൂ ജോബ്. നിങ്ങളുടെ ഫ്രണ്ടിന് പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. പെർഹാപ്സ് ഷി ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ്. ഒരു പക്ഷേ അത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് ഹാവ് യു സ്റ്റാർട്ടഡ് യുവർ ന്യൂ ജോബ് യെറ്റ്? ഇതുവരെ നിങ്ങളുടെ പുതിയ ജോബ് തുടങ്ങിയിട്ടില്ലേ എന്നുള്ള ചോദ്യം. അതേപോലെ രണ്ടാമത്തെ നോക്കൂ. യുവർ ഫ്രണ്ട് ഹാസ് സം ന്യൂ നെയ്ബേഴ്സ്. കുറച്ച് പുതിയ നെയ്ബേഴ്സ് വന്നിട്ടുണ്ട്. പെർഹാപ്സ് ഒരു പക്ഷേ ഹി ഹാസ് മെറ്റ് ദം, അവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയണം, കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ചോദ്യമാണ് ചോദിക്കുക എന്നതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ 3ാമത്തേത് 4ാമത്തേത് ചെയ്യുക. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്ത് എല്ലാ ആൻസറും നിങ്ങളുടെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ അധ്യായം ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. ഈ അധ്യായത്തിൽ ഇത്രയേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ്, ഐ ഹാവ് ഓൾറെഡി, ഐ ഹാവിൻറ്റ് യെറ്റ് എന്നുള്ള. അപ്പോൾ ജസ്റ്റ്, ഓൾറെഡി, യെറ്റ് എന്നുള്ള 3 കാര്യങ്ങളാണ്. ജസ്റ്റ് പറഞ്ഞാൽ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ. അറൈവ്, ഓൾറെഡി എന്ന് പറഞ്ഞാൽ മുമ്പേ, പ്രതീക്ഷിച്ചതിന് മുമ്പേ സംഭവിച്ചു എന്നർത്ഥം. യെറ്റ് പറഞ്ഞാൽ ഇതുവരെ എന്നുള്ളത്, അത് നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പാഠം 17ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ വരാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ്, ഇത് 4 ഭാഗങ്ങളായിട്ടാണ് ഹാവ് എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1ാമത്തെയും 2ാമത്തെയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 3ാമത്തെയും 4ാമത്തെയും ഭാഗങ്ങൾ
പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ എക്സസൈസുകളും ചെയ്യാം, അതിൻ്റെ ആൻസർ കീകൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 17ാമത്തെ അധ്യായമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.